വാർത്തകൾ തുടരുന്നു. SSLC പരീക്ഷയിൽ 100% വിജയം നേടിയ കൊടുങ്ങല്ലൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന് TN പ്രതാപൻ MLA പുതിയ ബസ് അനുവദിച്ചു. ബസ് അനുവദിച്ചുകൊണ്ടുള്ള കത്ത് സ്കൂൾ അധികൃതർക്ക് MLA കൈമാറി. SSLC പരീക്ഷയിൽ 100% വിജയം നേടിയാൽ സ്കൂളിന് പുതിയ ബസ് അനുവദിക്കുമെന്ന് MLA നേരത്തെ വാഗ്ദാനം നൽകിയിരുന്നു. സ്കൂൾ സന്ദർശിച്ച TN പ്രതാപൻ മധുരത്തോടൊപ്പം ബസ് അനുവദിച്ചുകൊണ്ടുള്ള കത്തും നൽകിയാണ് മടങ്ങിയത്. ഈ റിസൾട്ട് അറിഞ്ഞ സന്ദർഭത്തിൽ പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചില നിയന്ത്രണങ്ങളും നിബന്ധനകളും ഒക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് കഴിഞ്ഞ ദിവസമാണ് അതെല്ലാം എടുത്ത് മാറ്റിയത്. 16-ാം തീയതി വരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിബന്ധനകൾ ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതെല്ലാം എടുത്തു മാറ്റി. ഏതൊരു രീതിയിൽ അപാകതകൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് റിസൾട്ട് അറിഞ്ഞ ഉടൻ വന്ന് ഈ മക്കളെ കാണാൻ വരാൻ കഴിയുന്നത്. അപ്പൊ അതെല്ലാം കളഞ്ഞു. ഇന്നിപ്പോ എല്ലാവർക്കും നമുക്ക് സ്നേഹത്തിന്റെ ലഡു കൊടുക്കണം. ഇവർക്ക് ഈ 12 പേർക്ക് മാത്രമല്ല ലഡു തരാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്ക് കൂടി ഇന്ന് ലഡു. ഇപ്പോൾ 10ാം ക്ലാസ്സിലേക്ക് വരാൻ വേണ്ടി പോകുന്ന 245 പേര് കൂടി ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. ഈ 245 പേർക്കും ഇന്നൊരു അഡ്വാൻസ് ലഡു തരുന്നുണ്ട്. ഈ അഡ്വാൻസ് ലഡു എന്തിനാണെന്നറിയോ? PTA പ്രസിഡന്റ് PH അബ്ദുൾ റഷീദ്, ഹെഡ് മിസ്ട്രസ് KM ജാസ്മി, പ്രിൻസിപ്പൽ ആശ C ആനന്ദ് തുടങ്ങിയവർ ചേർന്ന് MLAയെ സ്വീകരിച്ചു. നിറവ് മാമ്പഴ മഹോത്സവം കൊടുങ്ങല്ലൂരിൽ വെള്ളിയാഴ്ച തുടങ്ങും. മാമ്പഴ മേളകളിൽ വ്യത്യസ്തതകളുമായി നിറസാന്നിധ്യമാവുകയാണ് കയ്പമംഗലത്തെ റിലാക്സ് മാംഗോ എക്സ്പോർട്ടേഴ്സും സഹോദര സ്ഥാപനമായ ചിറ്റൂർ അഗ്രോ പാർക്കും. 2012 സ്ഥാപന ഉടമ പരേതനായ ബക്കർ പള്ളിപ്പറമ്പിലും കൊടുങ്ങല്ലൂർ MLA TN പ്രതാപനും ചേർന്നാണ് വിഷമില്ലാത്ത മാമ്പഴമേള എന്ന ആശയത്തിന് അടിത്തറയിട്ടത്. മികച്ച ഗുണനിലവാരമുള്ള മാമ്പഴങ്ങൾ വിദേശ രാജ്യങ്ങളിലേക്ക് മാത്രം കയറ്റി അയക്കുന്ന അവസ്ഥയിൽ സ്വദേശത്തും ഇതിന്റെ രുചിയും ഗുണവും അനുഭവിക്കുവാൻ അവസരമുണ്ടാക്കുക എന്നതാണ് ഇത്തരം മേളകളുടെ ലക്ഷ്യം. കാർബൈഡ് അടക്കമുള്ള വിഷവാതകങ്ങൾ ഉപയോഗിച്ച് പഴുപ്പിക്കപ്പെടുന്ന മാമ്പഴങ്ങൾ വിപണി കീഴടക്കുമ്പോൾ പ്രകൃതിദത്തമായ എഥിലിൻ വാതകം ഉപയോഗിച്ചാണ് അഗ്രോ പാർക്ക് മാങ്ങ പഴുപ്പിക്കുന്നത്. സംസ്ഥാന ഹോർട്ടിക്കൾച്ചറൽ മിഷനും ലോക ആരോഗ്യ സംഘടനയും അംഗീകരിച്ച രീതിയാണ് ഇത്. വെള്ളിയാഴ്ച കൊടുങ്ങല്ലൂരിൽ ആരംഭിക്കുന്ന മാമ്പഴ മഹോത്സവത്തിൽ പ്രദർശനവും വിൽപ്പനയും ഏറ്റെടുത്തിരിക്കുന്നത് റിലാക്സും അഗ്രോ പാർക്കുമാണ്. കേരളത്തിന്റെ തനത് മാമ്പഴങ്ങൾ മാത്രമല്ല, വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും രാഷ്ട്രങ്ങളിൽ നിന്നും എത്തിക്കുന്ന മാമ്പഴങ്ങളും മേളയുടെ പ്രത്യേകതയാണ്. വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിന്റെ നാടൻ ഇനങ്ങളായ നമ്പ്യാർ, ചന്ദ്രകാരൻ, മയിൽപീലിയൻ, കപ്പൽ, കുളമ്പ്, കടുക്കൻ, കൽക്കട്ടി, കെശേരി, ചകിരി തുടങ്ങിയവയോടൊപ്പം ഹിമ പസന്ത്, മല്ലിക, മൽഗോവ, ചക്കരക്കുട്ടി, കേസർ, നീലിഷ, സുന്ദരി തുടങ്ങിയ മറുനാടൻ ഇനങ്ങളും മേളയ്ക്ക് കൊഴുപ്പേകും. വിദേശ രാജ്യങ്ങളായ ബ്രസീലിന്റെ ടോമി മാങ്ങ, ശ്രീലങ്കയുടെ സെലാൻ, കെനിയയുടെ R2E3, ഓസ്ട്രിയയുടെ റുമാനി, ഫിലിപ്പീനിലെ ഫിലിപ്പീന, ഒമാനിന്റെ ഒമാൻ ലോക്ക്, തായ്ലൻഡിലെ നാംടോക്മായി, കെനിയയിലെ നംദോയ്, പെറുവിലെ കെന്റ് തുടങ്ങി പാകിസ്ഥാൻ, UAE അടക്കമുള്ള ഇടങ്ങളിൽ നിന്നും മേളയ്ക്ക് മാമ്പഴങ്ങൾ എത്തുന്നുണ്ട്. മൈസൂരിലെ ടിപ്പുവിന്റെ മാമ്പഴ ശേഖരത്തിൽ നിന്നുള്ള പ്രത്യേക ഇനങ്ങളോടൊപ്പം ഓറഞ്ച് മണവും മാമ്പഴ രുചിയുമുള്ള കാശ്മീരി മാമ്പഴം മേളയിലെ താരമായിരിക്കും. കഴിഞ്ഞ 3 വർഷമായി കോട്ടയത്തും ജില്ലാ ടൂറിസം വകുപ്പിന് കീഴിൽ കഴിഞ്ഞ കൊല്ലം തൃശൂരിലും അടക്കം നിരവധി മാമ്പഴമേളകളിൽ പങ്കെടുത്ത അനുഭവം അഗ്രോ പാർക്കിന് സ്വന്തമാണ്. കഴിഞ്ഞ കുറി കൊടുങ്ങല്ലൂരിൽ നടത്തിയ മാമ്പഴമേള വൻ വിജയമായതിനു പുറമെ നിരവധി അംഗീകാരങ്ങളും പുരസ്കാരങ്ങളും ഇവർക്ക് ലഭിച്ചിട്ടുണ്ട്. 150-ൽ പരം മാമ്പഴങ്ങളുടെ പ്രദർശനവും 75-ൽ പരം ഇനങ്ങളുടെ വിൽപ്പനയും മേളയിൽ നടക്കും. തൃപ്രയാർ ക്ഷേത്രത്തിൽ നട തുറപ്പ് ഭക്തി നിർഭരമായി. പുലർച്ചെ ഭഗവാനെ, പശുക്കിടാവിനെയും വിഭവങ്ങളെയും കണി കാണിച്ച് നട തുറന്നു. തുടർന്ന് വിവിധ താന്ത്രിക പൂജ ചടങ്ങുകൾ നടത്തി. ഉച്ചയോടെ ബ്രഹ്മകലശം എഴുന്നള്ളിപ്പ്, ബ്രഹ്മകലശാഭിഷേകം എന്നിവ നടന്നു. കലശത്തിൽ പങ്കെടുത്ത കാർമ്മികർക്ക് ദക്ഷിണ സമർപ്പണവും നടത്തി. വൈകിട്ട് നടന്ന കാഴ്ചശീവേലിയിൽ 5 ആനകളുടെ അകമ്പടിയോടെ തേവർ എഴുന്നള്ളി. ദേവസ്വം ബലരാമൻ തേവരുടെ സ്വർണ്ണക്കോലം വഹിച്ചു. കിഴക്കൂട്ട് അനിയന്മാരാരുടെ നേതൃത്വത്തിൽ മേളവും നടന്നു.
മുനമ്പം ജങ്കാർ സർവീസ് സ്തംഭനത്തിൽ ജില്ലാ പഞ്ചായത്തും കരാറുകാരനും ഒത്തുകളിക്കുകയാണെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് PK ഡേവിസ് ആരോപിച്ചു. അഴീക്കോട് മുനമ്പം ജങ്കാർ സർവീസ് കഴിഞ്ഞ ഏകദേശം 2 മാസത്തോളമായി നിശ്ചലാവസ്ഥയിലാണ്, കട്ടപ്പുറത്താണ്. ഇതുവഴി കടന്നുപോകുന്ന വാഹനങ്ങൾക്ക്, യാത്രക്കാർക്ക് ഒക്കെ വല്ലാത്ത പ്രയാസം ഉണ്ടാക്കി. ഇതിനു മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ല ഇത്തരമൊരു സ്ഥിതിവിശേഷം. 1-2 ദിവസം എന്തെങ്കിലും തകരാറ് വന്നാൽ അങ്ങനെ നിശ്ചലാവസ്ഥയിൽ വരും എന്നുള്ളതല്ലാതെ തകരാറ് തീർത്ത് പെട്ടെന്ന് പുനഃസ്ഥാപിക്കാറുണ്ട്. ഇപ്പോൾ ഈ പഞ്ചായത്ത് വന്നതിന് ശേഷം ഇപ്പോൾ 2 മാസമായി ഇത്തരമൊരവസ്ഥ ഉണ്ടായിട്ട്. ഞങ്ങൾ ജില്ലാ പഞ്ചായത്തിൽ ലേല വ്യവസ്ഥകൾ പരിശോധിച്ചപ്പോൾ ലേല വ്യവസ്ഥകളിൽ സ്പെയർ ജങ്കാർ വേണം. ഏതെങ്കിലും സാഹചര്യത്തിൽ ജങ്കാർ കേടായി, യന്ത്രങ്ങൾക്ക് കേടുവന്നാൽ യാത്രക്കാരുടെ വാഹനങ്ങളുടെ ഗതാഗതത്തിന് തടസ്സം ഉണ്ടാവാതിരിക്കാൻ ബദൽ സംവിധാനം ഉണ്ടാക്കാം എന്ന് വ്യവസ്ഥയുണ്ട്. യാത്രക്കാരനിൽ നിന്ന് 2 രൂപ മാത്രമേ ഈടാക്കാൻ പാടുള്ളൂ. ഇപ്പോൾ 2 മാസമായി ബദൽ സംവിധാനമില്ല, സ്പെയർ ജങ്കാറില്ല. ലേല വ്യവസ്ഥകളെല്ലാം തന്നെ ലംഘിച്ച് ജനങ്ങളോടും യാത്രക്കാരോടും വലിയ ഒരു വെല്ലുവിളി നടത്തുകയാണ്. ജില്ലാ പഞ്ചായത്തിലെ പ്രതിപക്ഷാംഗങ്ങളുടെ സംഘം അഴീക്കോട് ജെട്ടി സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലേല വ്യവസ്ഥകൾ ലംഘിച്ച് അധികൃതരും കരാറുകാരനും ജനങ്ങളെ വെല്ലുവിളിക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. അഴീക്കോട് മുനമ്പം ഫെറിയിലെ യാത്രാ ദുരിതം ജില്ലാ പഞ്ചായത്തിൽ ശക്തമായി ഉന്നയിക്കുമെന്ന് പ്രതിപക്ഷാംഗങ്ങൾ പറഞ്ഞു. എറിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് EV രമേശൻ ഉൾപ്പെടെ ത്രിതല പഞ്ചായത്ത് അംഗങ്ങളും ജില്ലാ പഞ്ചായത്ത് പ്രതിനിധികളോടൊപ്പം ഉണ്ടായിരുന്നു. 3 പീടികയിൽ നിന്ന് മോഷ്ടിച്ച ബൈക്ക് 4 കിലോമീറ്റർ അകലെ കയ്പമംഗലം ബോർഡിനടുത്ത് റോഡരികിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. 3 പീടിക സെന്ററിന് പടിഞ്ഞാറ് ഭാഗം MIC റോഡിൽ മതിലകത്ത് വീട്ടിൽ മുഹമ്മദ് സലീമിന്റെ വീട്ടിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ട ബൈക്കാണ് ബോർഡിന് കിഴക്ക് ഭാഗത്തെ ഗ്രാമീണ റോഡരികിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. ചൊവ്വാഴ്ച രാത്രിയാണ് സലീമിന്റെ വീട്ടിൽ പാർക്ക് ചെയ്തിരുന്ന ബൈക്ക് മോഷണം പോയത്. ഇത് സംബന്ധിച്ച് സലീം മതിലകം പോലീസിൽ പരാതിയും നൽകിയിരുന്നു. ബോർഡിന് കിഴക്കുഭാഗത്തെ റോഡിൽ 2 ദിവസമായി സംശയകരമായ നിലയിൽ ബൈക്ക് നിർത്തിവച്ചിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട പ്രദേശത്തെ ഗ്രാമ്യ ക്ലബ്ബ് പ്രവർത്തകർ വ്യാഴാഴ്ച വൈകിട്ടോടെ വിവരം മതിലകം പോലീസിൽ അറിയിക്കുകയായിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് 3 പീടികയിൽ നിന്നും മോഷ്ടിക്കപ്പെട്ട ബൈക്കാണ് ഇതെന്ന് വ്യക്തമായത്. ഉടമ സ്ഥലത്തെത്തി ബൈക്ക് പരിശോധിച്ചപ്പോൾ RC ബുക്കും രേഖകളും മോഷ്ടാവ് കൈക്കലാക്കിയതായും കണ്ടെത്തിയിട്ടുണ്ട്. ബൈക്ക് പോലീസ് കസ്റ്റഡിയിൽ എടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. കനത്ത മഴയിൽ തീരദേശത്ത് വൻ നാശനഷ്ടം. കാറ്റിലും മഴയിലും നിരവധി വീടുകൾ തകർന്നു. SSLC പരീക്ഷയിൽ 100% വിജയം നേടിയ ചാമക്കാല ഗവൺമെന്റ് മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളെ PTIയുടെ ആഭിമുഖ്യത്തിൽ അനുമോദിച്ചു. തൃപ്രയാർ ക്ഷേത്രത്തിലെ നവീകരണ കലശം സമാപിച്ചു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.